നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രാജഗിരി ഹോസ്പിറ്റലുമായി സഹകരിച്ച പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. പള്ളിവാസൽ പഞ്ചായത്തിലെ 13ാം വാർഡിലേക്ക് സ്വതന്ത്ര അംഗമായി വിജയിച്ചെത്തിയ വർഗീസ് കാവുങ്കലിന്റെ പിന്തുണ LDF-ന്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ പാരിഷ് എക്സ്പോ 2025 സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോസ് പൊതൂർ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ JCSന്റെ 59ാമത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഡെൻകെയർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ കുര്യാക്കോസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് കോതമംഗലം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രാജഗിരി ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തുന്ന പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CK നവാസ് സ്വാഗതം ആശംസിച്ചു. രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് 10% മുതൽ 20% വരെ ഇളവ് അനുവദിക്കുമെന്ന് രാജഗിരി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി ഓരത്തിൽ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ആശുപത്രി ചെലവ് പരിഹരിക്കുന്നതിന് ഇതുപോലെയുള്ള സംവിധാനം വ്യാപാരികൾക്ക് ഗുണം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞു. സാധാരണക്കാർക്കാണ് ഈ മെഡിക്കൽ ക്യാമ്പുകൾ ഏത് തരത്തിൽ ഉപയോഗപ്രദമാക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു അനുഭവമാണ്. രോഗങ്ങളെ പ്രതിരോധിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലേക്ക് ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ വളരെയധികം സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ആരംഭകാലഘട്ടത്തിൽ അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിന് എല്ലാ തരത്തിലുള്ള പ്രതിവിധി മെഡിക്കൽ സയൻസിൽ ലഭ്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല ആശുപത്രി സൗകര്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. അത് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ആശുപത്രിയാണ് രാജഗിരി ഹോസ്പിറ്റൽ. അവരുടെ വിശിഷ്ടമായ സേവനം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വളരെയധികം പ്രയോജനകരമായി കൊടുക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നല്ല അവസരം പ്രദാനം ചെയ്യുന്നത് ഏറെ ആവശ്യത്തോടുകൂടി കാണുകയാണ്. പ്രസിഡന്റ് രാജു തരണിയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ശ്രീ CK നവാസ് സ്വാഗതം ആശംസിച്ചു. രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് 10% മുതൽ 20% വരെ ഇളവ് അനുവദിക്കുമെന്ന് രാജഗിരി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി ഓരത്തേൽ പറഞ്ഞു. നിങ്ങൾക്ക് ഇന്ന് പ്രിവിലേജ് കാർഡ് തരികയാണ്. ഈ പ്രിവിലേജ് കാർഡ് കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാർഡ് കാണിച്ചാലേ അവിടെയുള്ള സ്റ്റാഫ്, ഞങ്ങളുടെ റിലേഷൻസ് വിഭാഗത്തിലും അതുപോലെ ഓപ്പറേഷൻസ് വിഭാഗത്തിലും സ്റ്റാഫുകളുണ്ട്. അവർ നിങ്ങളെ രജിസ്ട്രേഷൻ സൈഡിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് ചികിത്സയും എടുക്കാം. അതിന് 10% തീർച്ചയായിട്ടും അതിൻ്റെ അതൊരു കുറവ് നൽകുന്നതാണ്. തുടർ ചികിത്സ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനും സർജറി വേണ്ടി വരികയോ അല്ലെങ്കിൽ ഇപ്പം വേറെ രോഗം നിർണ്ണയിച്ചതിന് ശേഷം മറ്റ് ചികിത്സയൊക്കെ വേണ്ടി വരികയാണെങ്കിൽ അതിനും ഏതെങ്കിലും തരത്തിലുള്ള റിഡക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം, ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഹെൽത്ത് കാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം എന്തെങ്കിലും അസുഖമുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് ഒക്കെ തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് അതിൻ്റെയും ചികിത്സ നേടുവാനായിട്ട് സാധിക്കും. യോഗത്തിന് ശേഷം എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ ക്യാമ്പും നടന്നു. ക്യാമ്പിൽ 150ഓളം രോഗികൾ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 1 മണിക്ക് ക്യാമ്പ് സമാപിച്ചു. രക്ഷാധികാരി TN പ്രസന്നകുമാർ, ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, ജില്ലാ സെക്രട്ടറി നാസർ സൈര, വൈസ് പ്രസിഡന്റുമാരായ ഷെരീഫ് സർഗം, ജോസ് തോമസ് കളരിക്കൽ, സെക്രട്ടറിമാരായ ഷിയാസ് MH, ലിജോൺസ് ഹിന്ദുസ്ഥാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പള്ളിവാസൽ പഞ്ചായത്തിലെ 13ാം വാർഡിലേക്ക് സ്വതന്ത്ര അംഗമായി വിജയിച്ചെത്തിയ വർഗീസ് കാവുങ്കലിന്റെ പിന്തുണ LDF-ന്. താനും തന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണെന്നും ഇക്കാര്യം കൊണ്ട് തന്നെ തന്റെ പിന്തുണ ഇടതുപക്ഷത്തിനായിരിക്കുമെന്നും വർഗീസ് കാവുങ്കൽ പറഞ്ഞു. വർഗീസ് കാവുങ്കലിന്റെ നിലപാട് പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ നിർണായകമാണ്. പള്ളിവാസൽ പഞ്ചായത്തിലെ 13ാം വാർഡിൽ നിന്നായിരുന്നു വർഗീസ് കാവുങ്കൽ സ്വതന്ത്ര അംഗമായി മത്സരത്തിനിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വിജയം വർഗീസിനൊപ്പം നിന്നു. അതിനൊപ്പം പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന കാര്യം
വർഗീസ് കാവുങ്കലിന്റെ നിലപാടിനൊപ്പമായി എന്നതും ശ്രദ്ധേയമായി. 14 സീറ്റുകളാണ് പഞ്ചായത്തിൽ ആകെയുള്ളത്. ഇതിൽ 7 സീറ്റുകളിൽ UDFും 6 സീറ്റുകളിൽ LDFും വിജയിച്ചു. 7 സീറ്റുകളുള്ള UDFിനൊപ്പം വർഗീസ് നിന്നാൽ പഞ്ചായത്തിലെ ഭരണം UDFിനാകും. വർഗീസിന്റെ പിന്തുണ LDFിനെങ്കിൽ സീറ്റുകളുടെ എണ്ണം LDFിനും UDFിനും 7-7 എന്ന നിലയിലാവുകയും നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് ഭരണം നിശ്ചയിക്കേണ്ടി വരികയും ചെയ്യും. താനും തന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണെന്നും ഇക്കാര്യം കൊണ്ട് തന്നെ തന്റെ പിന്തുണ ഇടതുപക്ഷത്തിനായിരിക്കുമെന്നുമാണ് വർഗീസ് കാവുങ്കലിന്റെ നിലപാട്. ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താധികാരനും ഇടതുപക്ഷത്തോട് ഒപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയുമാണ്. എൻ്റെ ഒപ്പം പ്രവർത്തിച്ചവരും എന്നെ വിജയിപ്പിച്ചവരും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരാണ്. കർഷകരും പരിമിത കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന സമൂഹമാണ് എന്നോടൊപ്പം പ്രവർത്തിച്ചത്. അവരുടെ ഇഷ്ടം, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനവുമായ ലക്ഷ്യം. അതിന് സ്ഥാനമാനങ്ങളോ മറ്റൊന്നും എന്നെ പ്രലോഭിപ്പിക്കില്ല. എന്നെ പല മുന്നണികളും സമീപിച്ചു. പക്ഷേ എൻ്റെ നിലപാട് എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ ഇടതുപക്ഷ സമൂഹത്തോടായിരിക്കും. അതുകൊണ്ട് നിലപാടുകളിൽ മാറ്റം ഉണ്ടാവില്ല ഒരിക്കലും. അതായത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഈ പരിമിത കർഷകരും കർഷക തൊഴിലാളിയുമാണ് എന്നോടൊപ്പം നിലകൊണ്ടത്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായ ലക്ഷ്യം. 22 വോട്ടിനാണ് വർഗീസ് കാവുങ്കൽ ഇത്തവണ വിജയം കരസ്ഥമാക്കിയത്. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങിയ വർഗീസിന് അന്ന് 21 വോട്ടിന് പരാജയപ്പെട്ടിരുന്നു. 21 വോട്ടിനേക്കാൾ 1 വോട്ട് അധികം നേടിയാണ് ഇത്തവണ വർഗീസ് വിജയിച്ചത് എന്നത് മറ്റൊരു കൗതുകം. 6 സ്ഥാനാർത്ഥികളായിരുന്നു ഇത്തവണ പള്ളിവാസൽ പഞ്ചായത്തിലെ 13 വാർഡിൽ മത്സര രംഗത്തുണ്ടായിരുന്നത്. 276 വോട്ടുകളാണ് വർഗീസ് കാവുങ്കലിന് ആകെ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജനാധിപത്യത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഒരു വോട്ട് ഒരു പഞ്ചായത്തിന്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമായാലോ? ബൈസൺ വാലി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഷാലുമോൾ വിജയിച്ചത് 1 വോട്ടിനാണ്. 14 വാർഡുകളിലുള്ള ബൈസൺ വാലി പഞ്ചായത്തിൽ 8 വാർഡുകളിലായിരുന്നു LDF വിജയിച്ചത്. ഷാലുമോൾക്ക് വിജയം സമ്മാനിച്ച 1 വോട്ടാണ് ബൈസൺ വാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ LDFനെ സഹായിച്ചതെന്ന് പറയാം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ജയപരാജയങ്ങളെ തടഞ്ഞു നിർത്താൻ ചൂണ്ടുവിരലിൽ മഷി പുരളുന്ന 1 വോട്ടിന് സാധിക്കും. ജയപരാജയം മാത്രമല്ല, ഒരു പഞ്ചായത്തിന്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ 1 വോട്ട് നിർണായകമായ കാഴ്ചയാണ് ബൈസൺ വാലി പഞ്ചായത്തിൽ ശനിയാഴ്ച കണ്ടത്. പഞ്ചായത്തിലെ 13-ാം വാർഡിൽ നിന്നും മത്സരിച്ച LDF സ്ഥാനാർത്ഥി ഷാലുമോൾ വിജയിച്ചത് 1 വോട്ടിനാണ്. ഷാലുമോൾക്ക് വിജയം സമ്മാനിച്ച 1 വോട്ടാണ് ബൈസൺ വാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ LDFനെ സഹായിച്ചതെന്ന് പറയാം. 14 വാർഡുകളുള്ള പഞ്ചായത്തിൽ ഷാലുമോളുടെ വിജയമടക്കമാണ് LDF 8 സീറ്റുകൾ നേടിയത്. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ നിന്നും 2-ലെ ചിഹ്നത്തിൽ ഷാലുമോൾ സാബു എന്ന് ഞാൻ മത്സരിച്ചിരിക്കുകയാണ്. ഞാൻ 1 വോട്ടിന് ഇവിടെ നിന്ന് ജയിച്ചിരിക്കുകയാണ്. എനിക്ക് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു. UDF ബൈസൺ വാലി പഞ്ചായത്തിൽ 5 സീറ്റുകളും NDA 1 സീറ്റും കരസ്ഥമാക്കി. ഷാലുമോൾക്ക് 1 വോട്ട് അധികമായി ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ വാർഡിലെ വിജയം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കേണ്ടതായി വരുമായിരുന്നുവെന്ന് മാത്രമല്ല, ഒരു പക്ഷേ പഞ്ചായത്തിന്റെ ഭരണം നയിക്കുന്ന കാര്യത്തിനടക്കം മുന്നണികളുടെ സാധ്യതയിലും മാറ്റമുണ്ടായേക്കുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ പാരിഷ് എക്സ്പോ 2025 സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോസ് പൊതൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 90ഓളം സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിരുന്നത്. കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ എക്സ്പോ സന്ദർശിച്ചു. പിതൃവേദി രൂപതാ ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം സംവാദത്തിന് നേതൃത്വം നൽകി. ഇടവകയിലെ വ്യാപാരികൾ, വ്യവസായികൾ, തൊഴിൽ സംരംഭകർ, തൊഴിൽ സേവന ദാതാക്കൾ എന്നിവർ എക്സ്പോയിൽ പങ്കെടുത്തു. വികാരി ഫാദർ ജോസ് പൊതൂർ ഉദ്ഘാടനം നടത്തി. വിവിധ മേഖലകളിൽ നിന്നുള്ള 90ഓളം സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിരുന്നത്. കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ, ചാൻസലർ ഫാദർ ഡോക്ടർ ജോസ് കുളത്തൂർ, ഫാദർ ജിനോ പുന്നമറ്റത്തിൽ, ഫാദർ മാത്യു രാമനാട്ട്, പിതൃവേദി രൂപതാ പ്രസിഡന്റ് പ്രൊഫസർ ജോസ് എബ്രഹാം എന്നിവർ എക്സ്പോ സന്ദർശിച്ചു. വളരെ നല്ലൊരു സംരംഭമാണ് ഇപ്പോൾ ഈ പാരിഷ് എക്സ്പോ എന്ന് പറഞ്ഞ് ഇവിടെ തൊടുപുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഇടവകയിലെ സംരംഭകരെല്ലാം ഒരുമിച്ച് കൂട്ടി ഏകദേശം 60-70 സ്റ്റാളുകൾ ഈ സംരംഭകരുടെ ഇവിടെയുണ്ട്. അപ്പോൾ ഓരോ വീടുകളിലും ഓരോ വ്യക്തികളും സംരംഭകരും തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ സംരംഭക ശ്രമങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടി അവരുടെ സംരംഭക ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി വിചാരിച്ച് നടത്തിയ ശ്രമങ്ങളെ ശ്ലാഘിക്കുകയാണ്.
ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒത്തിരി പേര് വാങ്ങാനും ഒത്തിരി പേര് ഇങ്ങനൊരു കാര്യങ്ങൾ തങ്ങളുടെ നാട്ടിലുണ്ടെന്ന് അറിയാനും ഒക്കെ ഇടയായി എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനൊരു കാര്യങ്ങൾ നമ്മുടെ ഇടവകയിൽ നടക്കുന്നുണ്ടോ, ഇത്തരം കഴിവുകൾ നമ്മുടെ ഇടവകയിലുണ്ടോ, ഇങ്ങനെയൊരു സംരംഭം ഞങ്ങൾക്ക് തുടങ്ങിയാൽ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ആവേശത്തോടു കൂടിയാണ് ഇവിടെ സ്റ്റാളിലെത്തുക. പച്ചില കൂട്ടുകൾ, മരുന്നുകൾ, ഭക്ഷണസാധനങ്ങൾ, അതുപോലത്തൊക്കെ ടൂൾസ്, അങ്ങനെ ധാരാളം വൈവിധ്യത്തോടുകൂടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ എക്സ്പോയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു, എല്ലാ വിജയം നേരുന്നു. ഒത്തിരി പേര് ഇങ്ങനെ സംരംഭത്തിലേക്ക് വരട്ടെ എന്ന്, അങ്ങനെ എൻ്റർപ്രണറിയൽ സ്കിൽസ് വികസിപ്പിച്ച് ഈ നാടിൻ്റെ സമ്പദ് ഭദ്രതയ്ക്ക് അടിത്തറയിടാനായിട്ട് ഈ ഇടവകയുടെ മാത്രമല്ല ഈ പ്രദേശം മുഴുവൻ സാമ്പത്തിക പുരോഗതിക്ക് ഈ സംരംഭക ശ്രമങ്ങളെല്ലാം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. തൊടുപുഴയിലെ പ്രമുഖരായ വ്യാപാരികളും സംരംഭകരെല്ലാം ചേർന്ന് നടത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട്, തീരുമാനമുണ്ട്. ഇത് ഏറെ പേർക്ക് ഇതേക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അതുപോലെ സംരംഭങ്ങളെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ബിസിനസ് വർദ്ധിപ്പിക്കാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാനും ഏറെ സഹായിക്കുന്നതിനാണ് ഇത് ഇതിന് കൂടുതലായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും മനോഹരമായ ഒരു പ്രോഗ്രാം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ, ഇടവകയിലെ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി എന്നുള്ളത് നമ്മുടെ രൂപതയിൽ മാതൃകാപരമായ ഒരു പുതിയ തുടക്കമായിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംരംഭകരെ നമ്മുടെ ഇടവകയിൽ തിരിച്ചറിയാനും അവരുടെ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് വലിയ അവസരം ലഭിക്കുന്ന സമയമാണ്. ഈ ഒരു എക്സ്പോയിൽ പങ്കെടുത്തപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇടവക്കാർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തിരിച്ചറിയാനും അതുപോലെ തന്നെ ഒത്തിരി ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കാണാനും ഇടയായി. അതിൽ ഏറെ സന്തോഷമുണ്ട്, അഭിനന്ദിക്കുന്നു. പിതൃവേദി രൂപതയുടെ ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുതൻകുളം സംവാദത്തിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ആൻഡ്രൂസ് മൂലയിൽ, ഫാദർ ജോർജ് പീച്ചാനിക്കുന്നിൽ, പിതൃവേദി യൂണിറ്റ് ഭാരവാഹികളായ രാജു പാനാത്ത്, പ്രിൻസ് പുത്തൻപുരയിൽ, സെബാസ്റ്റ്യൻ തുരുത്തിമറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 1958 വെടിവയ്പിൽ മരിച്ച ഹസൻ റാവുത്തറുടെയും പാപ്പമ്മാളുടെയും ഓർമ്മകളിൽ വീണ്ടും മൂന്നാർ. എസ് പുഷ്പമ്മ രചിച്ച മുടി എന്ന നോവലിന്റെ പ്രകാശന ചടങ്ങിൽ ആദ്യ കോപ്പി ഏറ്റുവാങ്ങാൻ ഹസൻ റാവുത്തറുടെ പൗത്രൻ മീരാൻ മൊയ്തീൻ എത്തിയതാണ് 1958 സമരവും വെടിവെപ്പും ചർച്ചയാക്കാൻ കാരണം. മൂന്നാർ ശിക്ഷക് സദനിൽ നടന്ന ചടങ്ങിൽ ദേവികുളം സബ് കളക്ടർ VM ആര്യ പുസ്തകം പ്രകാശനം ചെയ്തു. മൂന്നാർ GVHSS ഹെഡ് മിസ്ട്രസ് ഡോക്ടർ S ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. S ജ്യോതിസ് പുസ്തകം പരിചയപ്പെടുത്തി. 1958 മൂന്നാറിൽ നടന്ന തോട്ടം തൊഴിലാളി സമരത്തെ തുടർന്നുള്ള പോലീസ് വെടിവയ്പിലാണ് 2 പേർ മരിച്ചത്. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ആദ്യകാല കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് പുഷ്പമ്മ രചിച്ച മുടി എന്ന നോവലിന്റെ പ്രകാശന ചടങ്ങിൽ ആദ്യ കോപ്പി ഏറ്റുവാങ്ങാൻ ഹസൻ റാവുത്തറുടെ പൗത്രൻ മീരാൻ മൊയ്തീൻ എത്തിയതാണ് 1958 സമരവും വെടിവയ്പും ചർച്ചയാകാൻ കാരണം. മൂന്നാർ ശിക്ഷക് സദനിൽ നടന്ന ചടങ്ങിൽ ദേവികുളം സബ് കളക്ടർ VM ആര്യ പുസ്തകം പ്രകാശനം ചെയ്തു. മൂന്നാർ GVHSS ഹെഡ് മിസ്ട്രസ് ഡോക്ടർ S ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. S ജ്യോതിസ് പുസ്തകം പരിചയപ്പെടുത്തി. കവി അശോകൻ മറയൂർ, മൂന്നാർ AEOC ശരവണൻ, PS ബോസ് പാണ്ഡ്യൻ, HRMA സെക്രട്ടറി ലിജി ഐസക്, R മോഹൻ എന്നിവർ സംസാരിച്ചു. MJ ബാബു സ്വാഗതവും അഞ്ജിത S നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. തൊടുപുഴ JCSന്റെ 59ാമത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. തൊടുപുഴ YMCA ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പ്രസിഡന്റ് വൈശാഖ് ജെയിൻ അധ്യക്ഷത വഹിച്ചു. ഡെൻകെയർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ കുര്യാക്കോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സോൺ പ്രസിഡന്റ് ജെയ്സൺ അറക്കൽ, സോൺ വൈസ് പ്രസിഡന്റ് പോൾ ജോർജ്, സെക്രട്ടറി JP ജോസ്, പ്രോഗ്രാം ഡയറക്ടർ ജോർജ് ടോം തെങ്ങുംപള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ JCSന്റെ 59ാം ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് തൊടുപുഴ YMCA ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് വൈശാഖ് ജെയിൻ അധ്യക്ഷത വഹിച്ചു. ഡെൻകെയർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ കുര്യാക്കോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിങ്ങൾ വളരെ ഉന്നതരായ ബിസിനസ്സുകാരിരിക്കുന്നുണ്ട്, നല്ല നല്ല കുടുംബത്തിൽ പിറന്നു. നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ആഠ്യത്വമുള്ള കുടുംബത്തിൽ പിറന്ന ആളുകൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നല്ല ഉന്നത കുലജാതര്, നല്ല വിദ്യാഭ്യാസമുള്ളവർ. ഞാൻ ഉപദേശിക്കാനും നിൽക്കുകയല്ല, എങ്കിലും പറയട്ടെ, എന്നും നിങ്ങളൊരു അച്ചടക്കമുള്ള ഒരു ജോലിക്കാരനായിരിക്കും, ജീവനക്കാരനായിരിക്കും. ശമ്പളമല്ലാതെ ഒന്നും എടുക്കരുത്. ഇന്നും ഞാൻ ശമ്പളം മേടിച്ച് ജീവിക്കുന്നയാളാണ്. സ്ഥാപനം തുടങ്ങി 25 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വീട് പണിത്. പണിത് വലുതായി പോയി, അബദ്ധം പറ്റി. സ്ഥാപനത്തിന് നേരെ എതിർവശത്ത് 2 ഏക്കർ സ്ഥലത്താണ് വീട് പണിതേക്കുന്നത്. പക്ഷെ 25 വർഷം കഴിഞ്ഞിട്ടാണ് ചെയ്തത്.
എല്ലാം ബേസ് ഉറപ്പിച്ചിട്ടാണ് ചെയ്തത്. ഇന്നും ആ വീടിന് ലോൺ ഉണ്ട്, അത് എൻ്റെ ശമ്പളത്തിൽ നിന്നാണ് അടയ്ക്കുന്നത്. എൻ്റെ കാറിൻ്റെ ലോൺ അടയ്ക്കുന്നത് എൻ്റെ ശമ്പളത്തിൽ നിന്നാണ്. ബിസിനസ്സിൽ നിന്ന് ഒരിക്കലും പൈസ ഞാൻ വിട്ടുവയ്ക്കുകയില്ല. പ്രോഫിറ്റിൽ നിന്നൊരു നിശ്ചിത പെർസെന്റ് വിട്ടുവയ്ക്കാം, പക്ഷെ അതല്ല എൻ്റെ ബിസിനസ്സിൽ ഞാൻ പൈസ എടുത്ത് വേറൊരു കാര്യത്തിൽ ചെലവഴിക്കില്ല. രണ്ടാമത്തെ കാര്യം, എന്നും മനസ്സിൽ ഓർത്തോളണം, ഒരു നദിയും അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിന്റെ മുകളിലേക്ക് ഒഴുകില്ല. എൻ്റെ ജീവിതത്തിലില്ലാത്ത ഒന്നും ഞാൻ നമ്മുടെ കൂടെയുള്ള ജീവനക്കാരനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു മാതൃകാ വ്യക്തിയായിരിക്കണം. എന്നെ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിലെ മറ്റാളുകൾ അവരുടെ ജീവിതം സംശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയും ശ്രമിക്കുകയുള്ളൂ. ഒരു സംശുദ്ധമായ ജീവിതം. ഞാൻ നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാർ ഇത്രയും പേര് തോന്നിട്ടുണ്ടല്ലോ. ആണുങ്ങൾക്ക് ചിലപ്പോൾ വിഷമം വരുമോ? കല്യാണം കഴിച്ചവർക്ക് കൈവെക്കാമോ? കൈവെക്കണില്ല അല്ലെ? കല്യാണം കഴിച്ചവർ, ഞാൻ കല്യാണം കഴിച്ച ആളാണ്, കൈവെക്കണം. കൈയടക്കൊക്കെ നോക്കണം, നല്ലതാണ്. ഇത്രയും പേര്, അപ്പൊ ബഹുഭൂരിപക്ഷം ആളുകൾ കല്യാണം കഴിക്കണം, കൈതാത്തിടും. പറയാം, നിങ്ങൾക്ക് ബിസിനസ് നന്നായി കൊണ്ടുപോകണോ? കാര്യമാരായിട്ടുള്ളവർക്ക് കൈവെക്കാമോ? വെക്കിക്കോളൂ. കുറച്ചു പേരുള്ളൂ, കൈതാത്തിയിട്ടുള്ളൂ. സ്വന്തം ഭാര്യയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും കരുതുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിക്കും. സത്യമാണ് ഞാൻ പറയുന്നത്. സോൺ പ്രസിഡന്റ് ജെയ്സൺ അറയ്ക്കൽ, സോൺ വൈസ് പ്രസിഡന്റ് പോൾ ജോർജ്, സെക്രട്ടറി JP ജോസ്, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് ആനക്കല്ലങ്കൽ, പ്രോഗ്രാം ഡയറക്ടർ ജോർജ് ടോം തെങ്കമ്പള്ളി എന്നിവർ ആശംസകൾ നേർന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അമൽ വിൽസൺ, IPP ആയി വൈശാഖ് ജെയിൻ, സെക്രട്ടറിയായി ഗോപു ശങ്കർ, വൈസ് പ്രസിഡന്റുമാരായി ജോർജ് ടോം തെങ്കമ്പള്ളി, ജോസ് ജെ പുത്തൻവീട്ടിൽ, ഡേവിഡ് ജോസ്, അമൽ M വിജയൻ, അജയ് മാത്യു തരണിയിൽ എന്നിവർ ചുമതലയേറ്റു. ജോയിന്റ് സെക്രട്ടറിയായി തോമസ് ടെന്നി എടാമ്പുറത്തും, ട്രഷററായി സിറിയക് ജെ തരണിയിലും, എഡിറ്ററായി G ടോമും, JJ ചെയർമാനായി റേച്ചൽ മേരി പോൾസനും, ലൈസൺ ഓഫീസറായി ഡോക്ടർ ജിയോ പയസും, JCRT ചെയർപേഴ്സണായി ആൻമേരി സിറിയക്കും ചുമതലയേറ്റെടുത്തു. ചടങ്ങിൽ ജേസിസ് കുടുംബാംഗങ്ങളും അംഗങ്ങളും മറ്റ് അസോസിയേഷൻ ഭാരവാഹികളും ക്ഷണിതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോകത്തിലെ നമ്പർ 1 മൊബൈൽ ഫോൺ ബ്രാൻഡായ സാംസങ് മൊബൈൽ സ്റ്റോർ ഇനി തൊടുപുഴയിലും. ഗാലക്സി എംപോറിയം എന്ന പേരിൽ ആരംഭിച്ച സാംസങ്ങിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു. ജ്യോതി ബസാറിന് എതിർവശത്തായാണ് സാംസങ് മൊബൈൽ സ്റ്റോർ ആരംഭിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ നമ്പർ 1 മൊബൈൽ ഫോൺ ബ്രാൻഡായ സാംസങ് മൊബൈൽ സ്റ്റോർ ഇനി തൊടുപുഴയിലും. സാംസങ്ങിന്റെ മൊബൈൽ ഫോണുകളും ടാബും വാച്ചും ഇയർഫോണും ഉൾപ്പെടെ സാംസങ്ങിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഒരുക്കിയാണ് എക്സ്ക്ലൂസീവ് ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. തൊടുപുഴ പുളിമൂട്ടിൽ ജംഗ്ഷനിൽ ജ്യോതി സൂപ്പർ ബസാറിന് എതിർവശത്തായി ആരംഭിച്ചിരിക്കുന്ന സാംസങ് എക്സിക്യൂട്ടീവ് ഷോറൂമിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി നിർവഹിച്ചു. ഒരു കാര്യമാണ്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സാധ്യതകളും എല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്ന സമയത്ത് ഇതിനുവേണ്ടി പ്രത്യേകമായി ശ്രദ്ധിച്ച് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീവാസന് ബഹുമാനങ്ങൾക്ക് പ്രിയപ്പെട്ട സാർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരാണ്. എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ഈ സ്റ്റോറിന്റെ പ്രവർത്തനം ഏറ്റവും മികച്ച തലത്തിൽ നല്ല ബിസിനസ് വിചാരിക്കുകയാണ്. കാര്യത്തിൽ അതിനൊരു പ്രവൃത്തി സംഭവിക്കേണ്ട സാഹചര്യമില്ല. മികച്ച ബിസിനസ് വിചാരിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും. ഡീൻ കുര്യാക്കോസ് എംപിയും മുനിസിപ്പൽ ചെയർമാൻ K ദീപക്കും ചേർന്ന് ആദ്യ വിൽപ്പന നടത്തി. പാലാ സ്വദേശികളായ റോബിനും കുടുംബവും ഏറ്റുവാങ്ങി. ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, സെക്രട്ടറി നവാസ് CK, MRI ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് സർഗം, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ തകടിയേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. സാംസങ് കമ്പനിയുടെ ഡയറക്ട് ഔട്ട്ലെറ്റ് ആണ് തൊടുപുഴയിൽ ആരംഭിച്ചിരിക്കുന്നതെന്നും ഇവിടെ സാംസങ് മൊബൈൽ ഫോണുകളും വാച്ചും ടാബും കൂടാതെ മൊബൈൽ ഫോൺ ആക്സസറീസും ലഭിക്കുമെന്നും ഗാലക്സി എംപോറിയം മാനേജ്മെന്റ് പറഞ്ഞു. സഹോദര സ്ഥാപനമായ സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൌസിന് നൽകിയ പിന്തുണ പുതിയ സ്ഥാപനത്തിന് നൽകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു.
സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് തിളക്കമേകുവാൻ കോടിക്കുളംകാർക്കായി റോയൽ ടച്ച് ബ്യൂട്ടി പാർലർ കോടിക്കുളം കോട്ടൂർ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങി. പ്രശസ്ത ഫിലിം മേക്കപ്പ് മാൻ രാജേഷ് നെന്മാറ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കോടിക്കുളം കോട്ടൂർ ബിൽഡിംഗിൽ റോയൽ ടച്ച് ബ്യൂട്ടി പാർലർ പ്രവർത്തനം തുടങ്ങി. പ്രശസ്ത ഫിലിം മേക്കപ്പ് മാൻ രാജേഷ് നെന്മാറ ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ഞാൻ ഫിലിം മേക്കപ്പ് മാൻ രാജേഷ് നെന്മാറയാണ്. അപ്പോൾ തൊടുപുഴ വണ്ണപ്പുറം റോട്ടിലുള്ള അഞ്ചക്കുളം ക്ഷേത്രത്തിനടുത്ത് ഷാരു പ്രിയാസ് റോയൽ ടച്ച് ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ഫേഷ്യലുകളും ബ്രൈഡൽ ഫേഷ്യലുകളും അതുപോലെ ബ്രൈഡൽ മേക്കപ്പിന്റെ മുഴുവൻ രീതികളും HD മേക്കപ്പും എയർ ബ്രഷ് മേക്കപ്പും ഗ്ലാസ് മേക്കപ്പും വാട്ടർ പ്രൂഫ് മേക്കപ്പും തുടങ്ങി മുഴുവൻ അത്യാധുനികമായ മുഴുവൻ മേക്കപ്പ് രീതികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ബ്യൂട്ടി പാർലറാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ത്രെഡിംഗ്, ബ്ലീച്ച്, ക്ലീനപ്പ്, ഫേഷ്യൽ, പീൽ ഓഫ് മാസ്ക്, വാക്സിംഗ്, മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ, ഹെയർ കട്ടിംഗ്, ഹെർബൽ ഹെയർ ഗ്രോത്ത് ഹെന്ന, ഹെയർ കളർ, ഹെയർ സ്പാ, ബോഡി പോളിഷിംഗ്, ബ്രൈഡ് മേക്കപ്പ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, സ്കിൻ ഗ്ലാസ് മേക്കപ്പ്, സ്കിൻ ഗ്ലോ മേക്കപ്പ്, വാട്ടർ പ്രൂഫ് മേക്കപ്പ്, HD ബ്രൈഡൽ മേക്കപ്പ്, ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ, സാരി ഡ്രോപ്പിംഗ്, സാരി പ്രീ പ്ലേറ്റിംഗ് ആൻഡ് ബോക്സ് ഫോൾഡിംഗ്, മെഹന്തി ഡിസൈൻ, ഗൺഷോട്ട് ഇയറിംഗ്സ്, റെന്റൽ ജ്വല്ലറി, ഫാൻസി, ബ്രൈഡ് ഡ്രസ് സ്റ്റിച്ചിങ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഫേഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ബ്രൈഡൽ മേക്കപ്പ്, ഫാൻസി, റെന്റൽ ജ്വല്ലേഴ്സ്, അങ്ങനെ എല്ലാ വിവിധ തര സംഭവങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. ഫോൺ 8589 95 9615 9778 5802 90. സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് തിളക്കമേകുവാൻ കോടിക്കുളംകാർക്കായി റോയൽ ടച്ച്. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. മരങ്ങളിലും പാറകളിലും വളരുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട മുടക്കാട്ടൻ കാൽക്കിഴങ്ങ് എന്നറിയപ്പെടുന്ന കിഴങ്ങിന് പ്രചാരമേറുന്നു. ഇത് സൂപ്പ് വെച്ച് കുടിച്ചാൽ ശരീരവേദനകൾ മാറുമെന്ന പ്രചാരണത്തിലാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ ടൗണിലും കരടിക്കുഴി AVT ഔട്ട്ലെറ്റിന് മുൻപിലുമാണ് ഈ കിഴങ്ങ് വിപണനം നടത്തുന്നത്.
VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മരങ്ങളിലും പാറകളിലും വളരുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട മുടക്കാട്ടൻ കാൽക്കിഴങ്ങ് എന്നറിയപ്പെടുന്ന കിഴങ്ങിന് പ്രചാരമേറുന്നു. ഇത് സൂപ്പ് വെച്ച് കുടിച്ചാൽ ശരീരവേദനകൾ മാറുമെന്ന പ്രചാരണത്തിലാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. ഈ കാണുന്ന കിഴങ്ങ് കണ്ടാൽ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് എന്ന് പറയാമോ? പുതുതലമുറയ്ക്ക് ഇതിനുത്തരം നൽകുവാൻ കഴിയില്ല. കാരണം ഇവർ ഇത് ഉപയോഗിച്ചിട്ടുമില്ല. പണ്ട് ഹൈറേഞ്ചിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ സ്ലേറ്റ് മായ്ക്കുന്നതിനായി ഈ കിഴങ്ങ് ഉപയോഗിച്ചിരുന്നു. മരങ്ങളിലും പാറകളിലും വളരുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഈ കിഴങ്ങ് തോട്ടം മേഖലയിൽ അറിയപ്പെടുന്നത് മുടക്കാട്ടൻ കാൽ കിഴങ്ങ് എന്നാണ്. ഇത് ശരീരവേദനകളെ അകറ്റുമെന്ന പ്രചാരണത്തിലാണ് ഇപ്പോൾ വിപണനത്തിൽ എത്തിയിരിക്കുന്നത്. ഈ കിഴങ്ങിന്റെ ഔഷധ ഗുണപ്രചാരണം തമിഴ്നാട്ടിൽ നിന്നുമാണ് ഉദ്ഭവിച്ചിരിക്കുന്നത്. ഈ കിഴങ്ങ് ആട്ടിൻകാൽ സൂപ്പ് വയ്ക്കുന്നത് പോലെ തയ്യാറാക്കി കുടിച്ചാൽ ശരീരവേദനകൾ മാറുമെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. ചവ്വാല ഉള്ളി ചവ്വാല ഇടുന്നത് ചെറിയ ഉള്ളി പച്ചമുളക് ഉരുളമുളക് ഇതെല്ലാം ഇട്ട് കുടിച്ച വേദന മാറും. ഈ കിഴങ്ങിന്റെ പുറംഭാഗം വൃത്തിയാക്കി അല്പം ചതച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, കുരുമുളക് ഇവ ചേർത്ത് സൂപ്പ് രൂപത്തിൽ കുടിച്ചാൽ വേദനകൾ മാറുമെന്നാണ് വ്യാപാരികളുടെ വാദം. വണ്ടിപ്പിര ടൗണിലും കണ്ടിക്കുഴി AVT ഫാക്ടറി ഔട്ട്ലെറ്റിന് മുൻപിലുമാണ് ഈ കിഴങ്ങ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കുട്ടികൾ സ്ലേറ്റ് മായ്ക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഈ കിഴങ്ങിന്റെ മറ്റൊരു ഭാവത്തെ അത്ഭുതത്തോടു കൂടിയാണ് ആളുകൾ വീക്ഷിക്കുന്നത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പിതാവും മധ്യ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവുമായിരുന്ന KP മക്കാർ സാഹിബിന്റെ രാഷ്ട്രീയ ശിഷ്യനായ PK മൊയ്തു ഇത്തവണയും പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റാകും. 4 വട്ടം മത്സരിച്ച് വിവിധ സ്ഥാനങ്ങൾ അലങ്കരിച്ച ശേഷം 5ാം അംഗത്തിനിറങ്ങി PK മൊയ്തു വൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടി. ഭരണത്തിലിരുന്ന LDF-നെ ഒരു സീറ്റിലേക്ക് ഒതുക്കി ജനങ്ങൾ നൽകിയ പിന്തുണയിൽ നന്ദിയുണ്ടെന്നും അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും നിയുക്ത പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഭരണപരമായ പരാജയങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തന്നെയുമല്ല, ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കണുവിട വ്യത്യാസമില്ലാതെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ച് വരുന്ന 5 വർഷക്കാലം യാതൊരു അപശബ്ദങ്ങളില്ലാതെ, യാതൊരു തർക്കങ്ങളില്ലാതെ, യാതൊരു അഭിപ്രായ വ്യത്യാസം പ്രകടമായോ ആന്തരികമായോ ഇല്ലാതെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കാം. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പരിമിതമായ ഫണ്ട് ഒരു നയാ പൈസ പോലും ലാപ്സാക്കാതെ, അതോടൊപ്പം തന്നെ MPയുടെയും MLAയുടെയും ഗവൺമെൻറ്റുകളുടെയും ഒക്കെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പ്രത്യേക പരിഗണന ഞങ്ങൾ ആർജിച്ചെടുത്തുകൊണ്ടും മുന്നോട്ട് പോകും. ഒരു വികസന വിപ്ലവം നടത്തണമെന്ന ഞങ്ങളുടെ ആഗ്രഹത്തിന് സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പിന്തുണ. ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് കോതമംഗലം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ 65ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാലയത്തിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒത്തുകൂടിയത് കൗതുകമായി. കേക്ക് മുറിച്ചും മധുര പലഹാരങ്ങൾ മിഠായികളും വിതരണം ചെയ്തും തെരഞ്ഞെടുക്കപ്പെട്ടവർ വിദ്യാർത്ഥികളുമായി സൗഹൃദം പങ്കിടുന്ന കാഴ്ച ഹൃദ്യമായി. പഞ്ചായത്തിലെ 14-ൽ 13 സീറ്റും നേടി ചരിത്ര വിജയം നേടിയ UDF തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആരവങ്ങൾ ഒടുങ്ങിയ പാടെ 8ാം വാർഡിൽ നിന്ന് വിജയിച്ച ഏക LDF അംഗത്തെയും കൂട്ടിയാണ് വെള്ളാരമറ്റത്തെ ഭിന്നശേഷി വിദ്യാലയത്തിൽ ഒത്തുകൂടിയത്. 2002-ൽ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബഡ് സ്കൂൾ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ്. പല്ലാരിമംഗലത്തെയും സമീപ പഞ്ചായത്തുകളിലെയും ഭിന്നശേഷിക്കാരായ വിവിധ പ്രായത്തിലുള്ള 65 കുട്ടികളാണ് ഇവിടെയുള്ളത്. കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്തും തിരഞ്ഞെടുക്കപ്പെട്ടവർ വിദ്യാർത്ഥികളുമായി സൗഹൃദം പങ്കിടുന്ന കാഴ്ച ഹൃദ്യമായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇപ്രാവശ്യം 14ാം വാർഡിൽ നിന്നും വിജയിക്കുകയും ചെയ്ത PK മൊയ്തുവും 6ാം വാർഡിൽ നിന്ന് വിജയിച്ച നീനു മെയ്തീനും ചേർന്ന് കേക്ക് മുറിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിജയികളായ രാജേഷ് കുഞ്ഞുമോൻ, PM സിദ്ദിഖ്, ഗ്രാമപഞ്ചായത്ത് വിജയികളായ നെജി ജബ്ബാർ, ജമീല അലി, ഫാത്തിമ മാജിദ,
ജാസ്മി ഷാനവാസ്, KA അൻസാരി, നീനു മെയ്തീൻ, അനിൽകുമാർ, ഹക്കീം ഖാൻ, KA മുഹമ്മദ് കുഞ്ഞ്, MP ഷൗക്കത്ത്, മുഹമ്മദ് നെടുങ്ങാട്ട്, മുഹ്സീന ഷിഹാബ്, നിസാമോൾ ഇസ്മയിൽ, മുസ്ലിം ലീഗ് ഭാരവാഹികളായ PP മുഹമ്മദ്, MA മീരൻ, സെയ്തു മുഹമ്മദ് പറമ്പിൽ, ഷുക്കൂർ മുല്ലശ്ശേരി, പ്രധാന അധ്യാപിക ശ്രീകല റെജി തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ഒരു രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുന്നില്ല. വേണ്ടതുപോലെ ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന ആക്ഷേപവും ഇതിൻ്റെ പല രക്ഷകർത്താക്കളും നമ്മൾ പങ്കുവച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു രാഷ്ട്രീയമായ യാതൊരു വ്യത്യാസവുമില്ലാതെ ഈ സ്ഥാപനത്തെ കരുതിയിട്ടല്ലാതെ മറ്റൊരു സ്ഥാപനത്തെ ഞങ്ങൾ പരിഗണിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് 100% ഞങ്ങൾ എല്ലാവരും അതിന് കക്ഷി രാഷ്ട്രീയമില്ല. ഈ സ്ഥാപനത്തെ പ്രത്യേകം കരുതി ഈ സ്ഥാപനത്തിന് പ്രത്യേക പരിഗണന ആക്കി മുന്നോട്ട് പോകും. അതുകൊണ്ട് 2002 ആരംഭിച്ചു, അതും ഒരു ഡിസംബറിലാണ്. രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ മറ്റു പ്രാദേശികതയുടെ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ഞങ്ങളുടെ പരിഗണന അനിവാര്യമായ മുഴുവൻ ആളുകളെയും ചേർത്തു പിടിച്ച് മുന്നോട്ട് പോകാനാണ് വരുന്ന 5 വർഷക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രാജഗിരി ഹോസ്പിറ്റലുമായി സഹകരിച്ച പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. പള്ളിവാസൽ പഞ്ചായത്തിലെ 13ാം വാർഡിലേക്ക് സ്വതന്ത്ര അംഗമായി വിജയിച്ചെത്തിയ വർഗീസ് കാവുങ്കലിന്റെ പിന്തുണ LDF-ന്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ പാരിഷ് എക്സ്പോ 2025 സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോസ് പൊതൂർ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ JCSന്റെ 59ാമത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഡെൻകെയർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ കുര്യാക്കോസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് കോതമംഗലം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അത്ഭുത കാഴ്ചയൊരുക്കി വത്തിക്കാൻ നഗരത്തിന് മുകളിലെ ഡ്രോൺ ഷോ. എലോൺ മസ്കിന്റെ സഹോദരനായ കിംബൽ മസ്കിന്റെ 3000 ഡ്രോണുകളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുകളിൽ അതിസുന്ദരമായ കാഴ്ചയൊരുക്കിയത്. മൈക്കലാഞ്ചലോയുടെ ലാ പിയാറ്റ എന്ന മഹാകൃതിയുടെ രൂപം, യേശുവിന്റെയും മറിയത്തിന്റെയും ചിത്രങ്ങൾ, പോപ്പ് ഫ്രാൻസിസിന്റെ ചിത്രം എന്നിവയാണ് ഈ അതുല്യമായ ഡ്രോൺ ഷോയിലെ പ്രധാന ആകർഷണങ്ങൾ. കാണാം ആ കാഴ്ചകൾ.